ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തൊട്ടടുത്തുള്ള മെയിൻ ടൗൺ അല്ലാത്ത ഏരിയകളിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന 6 ബെസ്റ്റ് മൂവിങ് ഷോപ്പ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അതൊരു ഷോപ്പ് ടൈപ്പ് ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഷോപ്പ് ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഏതൊക്കെയാണ് ആ ഷോപ്പ് ബിസിനസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ദിസ് ഈസ് ഇക്ബാൽ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് മെയിൻ സിറ്റികളല്ലാതെ നമ്മൾ പ്രവർത്തിക്കുന്ന ഏരിയകളിൽ നമ്മളെ ഗ്രാമങ്ങളിൽ തന്നെ പറയാം, അങ്ങനത്തെ ഏരിയകളിൽ നമുക്ക് ചെറിയ ചെറിയ ഏരിയകളിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന 6 അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഷോപ്പ് ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ ഡെയിലി മണി ഫ്ലോയിങ്, നല്ല മൂവ് ചെയ്യുന്നതുമായിട്ടുള്ള നല്ല ക്യാഷ് ഫ്ലോ ഉള്ള ഒരു ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ, നല്ല മുതൽ മുടക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് നമ്മുടെ പ്രദേശത്ത് തുടങ്ങാൻ കഴിയുന്ന ഒരു ഷോപ്പ് ബിസിനസ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് ക്യാഷ് ഫ്ലോ നടക്കുന്ന, നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ബിസിനസ്സുകൾ പ്രധാനമായിട്ടും ഒരു ബിസിനസ്സാണ് പലചരക്ക് കട, അല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി നീഡ്സ് മിനി സ്റ്റോൾസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ പലചരക്ക് കട എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാവും. നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രദേശങ്ങളിൽ നമുക്ക് അത്യാവശ്യമായിട്ട് എന്ത് സംഭവങ്ങളും വേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ ചെല്ലുന്നൊരു കട എന്ന് പറയുന്നത് ഈ പലചരക്ക് കട. മെയിനായിട്ട് ഇപ്പോൾ അരി മുതൽ നമുക്ക് അരി ആണെങ്കിലും ഓയിൽ, സോപ്പ്, അതേപോലെ തന്നെ സ്നാക്സ്, എന്തൊക്കെ ഐറ്റംസ് നമുക്ക് പലചരക്ക് കട എന്ന് പറയുന്നത് തന്നെ പല ഐറ്റംസുകളുടെ അടങ്ങിയിട്ടുള്ള കടകളാണ്. നമുക്കറിയാം, നമ്മൾ എന്ത് ചെറിയ ചെറിയ വീട്ടിലുള്ള ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് നമ്മൾ പോവുക ഇതുപോലുള്ള പലചരക്ക് കടകളിലാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന സാധനങ്ങളും ഏറ്റവും ഫാസ്റ്റായിട്ട് ക്യാഷ് ഫ്ലോ നടക്കുന്ന ഒരു ബിസിനസ്സും കൂടിയാണ് ഈ പലചരക്ക് കട എന്നുള്ളത്. ഡെയിലി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന, ഡെയിലി നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, ഒരു 50,000 രൂപ മുതൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന, വളരെ ഈസിയായിട്ട് തുടങ്ങാൻ കഴിയുന്ന നല്ലൊരു സേഫ് ആൻഡ് സ്ഥിര വരുമാനമുള്ള ഒരു സൂപ്പർ ബിസിനസ്സാണ് പലചരക്ക് കട എന്നുള്ളത്. നമുക്കറിയാം, ഒരു 10-15 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, 10-15,000 രൂപ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് റൂം അവൈലബിൾ ആണ് നമ്മുടെ നാടൻ പ്രദേശങ്ങളിലൊക്കെ. ഓക്കെ, പിന്നെ കുറച്ച് സാധനങ്ങളും നമുക്ക് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഈ പലചരക്ക് കട എന്നുള്ളത്. അപ്പോൾ ചെറിയ രീതിയിൽ വരുമാനം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾ ഡെയിലി ഇന്ന് തുടങ്ങി ഇന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് ഫ്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബെസ്റ്റ് ബിസിനസ്സാണ് പലചരക്ക് കട എന്നുള്ളത്. രണ്ടാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് വാച്ച് ആൻഡ് പെർഫ്യൂം ഷോപ്സാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിലും പഴയ ജനറേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാം, ഇപ്പം നല്ല രീതിയിൽ ഗേൾസും ബോയ്സും അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ആളുകൾ, പല ആളുകളും, എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് വാച്ച് എന്നുള്ളതും അതേപോലെ തന്നെ പെർഫ്യൂംസ് എന്നുള്ളതും, അല്ലേ? നല്ല രീതിയിൽ നല്ല കോസ്റ്റ്ലി, നല്ല എന്താ പറയുക, മണി വാല്യൂ ആയിട്ടുള്ള വാച്ചസും അതേപോലെ തന്നെ പെർഫ്യൂംസും നമ്മൾക്ക് വിൽക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ ഏരിയകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, അതേപോലെ തന്നെയാണ് മൊബൈൽ ആക്സസറി ഷോപ്പ് എന്നുള്ളത്. നമുക്കറിയാം, മൊബൈൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകളുടെ കയ്യിലുള്ള സംഭവമാണ് മൊബൈൽ എന്നുള്ളത്. എല്ലാ ആളുകളും ഒരുപോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സംഭവമാണ് മൊബൈൽ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മൊബൈൽ കമ്പനികൾ, വ്യത്യസ്തമായിട്ടുള്ള ചാർജറുകൾ, അതേപോലെ തന്നെ മൊബൈലിൻ്റെ മറ്റുള്ള ആക്സസറി സംഭവങ്ങൾ,
ആളുകൾ ഏറ്റവും കൂടുതൽ മൊബൈലിൽ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത് ടെമ്പർ ഗ്ലാസ്സുകളാണ്, അതേപോലെ തന്നെ ബാക്ക് കവറുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽസ് റിലേറ്റീവ് ആയിട്ടുള്ള മൊബൈലിൻ്റെ ആക്സസറീസ്, മൊബൈൽ കേസസ്, മൊബൈൽ ചാർജറുകൾ, മൊബൈൽ ഇയർഫോൺസ്, അതേപോലെ മൊബൈൽ കവറുകൾ, ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. നല്ല മൂവ്മെൻറ്റ്സും നല്ല ക്യാഷ് ഫ്ലോ ഉള്ള സംഭവമാണ്. അതുപോലെ തന്നെയാണ് നാലാമത്തെ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സ്നാക്സ്, ടീ ഷോപ്പ് എന്നുള്ളതാണ്. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ടീ ഷോപ്പ് കാണാൻ കഴിയും. ഇപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ടീ ഷോപ്പ് എന്നുള്ളത്. മാത്രമല്ല നമുക്കതിനെക്കുറിച്ച് വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന സംഭവമാണ് ടീ ഷോപ്പ് എന്നുള്ളത്. അതേപോലെ തന്നെ അഞ്ചാമത്തെ സംഭവമാണ് പ്ലാസ്റ്റിക് ആൻഡ് ഹൗസ് ഹോൾഡ് ഐറ്റംസ്. നമുക്കറിയാം, നമ്മളെ വീട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റ്, കപ്പ്, അതുപോലെയുള്ള സംഭവങ്ങൾ, ഓക്കെ, പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, ഡബ്ബകൾ, ബോട്ടിലുകൾ. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളുടെ ഒരു പ്ലാസ്റ്റിക് സ്റ്റോർ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വളരെ ആവശ്യമുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ആറാമത്തെ ഐറ്റംസാണ് സ്കൂൾ ഐറ്റംസ് ആൻഡ് കിഡ്സ് ഷോപ്പ് എന്നുള്ളത്. നമുക്കറിയാം, സ്കൂളിൻ്റെ ഈ സ്റ്റേഷനറി ഐറ്റംസുകൾ, പേന, ബാഗ്, ബുക്ക്, കുട എന്ന് പറഞ്ഞ പോലെ സ്കൂൾ റിലേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസുകളുടെ ഒരു ഷോപ്പ്. നമുക്കറിയാം, സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുക്കിലും മൂലകളിലും സ്കൂളും സ്കൂൾ കുട്ടികളും ആളുകളുമുള്ള ഒരു സംഭവം ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്ന് പറയുന്നത് 100%. ഓക്കെ, അപ്പോൾ നമ്മളിത് എവിടെ തുടങ്ങിക്കഴിഞ്ഞാലും ആളുകൾക്കും ഈ പഠിക്കുന്ന കുട്ടികളുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ബാഗ്, ബുക്ക്, പേന എന്ന് പറയുന്ന സ്കൂൾ ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസുകൾ എപ്പോഴും ആവശ്യമുള്ള സംഭവമാണ്. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ മൂവ് ചെയ്യാനും സാധ്യതയുള്ള സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ ആണ് കൂൾ ബാർ, ജ്യൂസ് ഷോപ്പ് എന്നുള്ളത്. നമുക്കറിയാം, നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള, നല്ല രീതിയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ് ഇത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് നമ്മുടെ ഏരിയകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മൾ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ആ ഏരിയകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് തുടങ്ങാൻ കഴിയുന്ന, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതും, അതേപോലെ തന്നെ നല്ല രീതിയിൽ ഡെയിലി ക്യാഷ് ഫ്ലോ നടക്കുന്നതുമായിട്ടുള്ള ബിസിനസ്സുകളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഈ ഒരു ബിസിനസ് ചെയ്യാൻ നമുക്കിപ്പോൾ മുൻപരിചയമോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ്ങോ സ്കിൽസോ ഒന്നും ആവശ്യമില്ല. നമുക്ക് കുറച്ച് പൈസ, ചെറിയ മുതൽ മുടക്ക് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ കഴിയുന്നതും വളരെ ഫാസ്റ്റായിട്ട് ക്യാഷ് ഫ്ലോ നടക്കുന്നതുമായിട്ടുള്ള ബിസിനസ്സുകളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന, തുടക്കം എന്ന രീതിയിൽ, നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഒരു സംഭവം എന്ന രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന സൂപ്പർ ബിസിനസ്സുകൾ, ഷോപ്പ് ബിസിനസ്സുകളിൽ പെട്ട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.